ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചങ്ങനാശ്ശേരി മുത്താരമ്മൻ കോവിലിലെ ഉത്സവമാണെന്ന് പറഞ്ഞില്ലായിരുന്നു. രണ്ടാമത്തെ ദിവസം നമുക്ക് പൊങ്കാലയാണ്. ഞാനും അമ്മയും ഇടുന്നുണ്ട് പൊങ്കാല. ഈ പ്രാവശ്യമാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിയും കൂടുതൽ ആൾക്കാരുണ്ട് പൊങ്കാലയ്ക്ക്. പിന്നെ നമുക്ക് ഭാഗ്യത്തിന് നമുക്ക് തണലുള്ള സ്ഥലം കേട്ടോ കിട്ടിയത്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ പൊങ്കാലയ്ക്കായി റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ നമ്മുടെ അടുപ്പിൽ തന്നെ തീ കത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. അമ്മ വിളക്കൊക്കെ കത്തിച്ച് സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെക്കുകയാണ്. പിന്നെ എനിക്ക് പനി ആയതുകൊണ്ടാട്ടോ എൻ്റെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കണേ. നിങ്ങൾ തരുന്ന ചെറിയ ചെറിയ സപ്പോർട്ടാണ് ഈ ഒരു ചെറിയ ചാനലിലെ വിജയം. അതുകൊണ്ട് നമ്മുടെ പൊങ്കാല കലത്തിലെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്തോട്ട് അരി ഇട്ട് കൊടുക്കുകയാണ്. അരി നമ്മൾ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ പിന്നെ ശർക്കര നമ്മൾ ചീകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വേണ്ടേ, നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളയ്ക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോടുകൂടി നിൽക്കണം. വേണ്ട, എൻ്റെ കലത്തിൽ വെള്ളം തിളച്ച് വരികയാണ്. ഞാൻ അതിനകത്തോട്ട് അരി ഇട്ട് കൊടുത്തു. നമ്മൾ ഈ വെള്ളം തിളയ്ക്കുമ്പം നമ്മൾ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരണേ അമ്മേ എന്നൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ അമ്മയുടെ ഇപ്പോൾ പൊങ്ങി വരും. എല്ലാ വർഷവും നമ്മൾ ഈ പൊങ്കാല ഞാനിപ്പോൾ ഒരു 8 കൊല്ലമായിട്ട് ഞാൻ പൊങ്കാല ഇടുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് പൊങ്കാല ഇടാൻ പറ്റിയിട്ടില്ല. 3 കൊല്ലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ പൊങ്കാല ഇടുന്നത്. ഇതിപ്പോൾ എൻ്റെ 9ാമത്തെ വർഷത്തിൻ്റെ പൊങ്കാലയാണ്. ദേവിയുടെ അടുത്ത് എല്ലാം പ്രാർത്ഥിച്ച് വേണ്ട. അമ്മയുടെ കലത്തിലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് തൂവാറായി. അപ്പം അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ ചൊല്ലി നമ്മൾ ആ കവിഞ്ഞ് തൂകിയിരിക്കുന്നത്. അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാം കലങ്ങളിലെ പൊങ്കാല തിളയ്ക്കണേ ഉള്ളൂ. തിളച്ച് എൻ്റെയും വേണ്ട പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മ വേണ്ട അതിനകത്തൊരു ശർക്കര ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ട എൻ്റേത് ഏകദേശം ആയിട്ടുണ്ട്. അമ്മയുടെ നന്നായിട്ട് ശർക്കര ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് തിളച്ച് പിന്നെ നമ്മുടെ പൊങ്കാല പായസം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചടപടയുന്നായിരുന്നു കേട്ടോ. നമ്മൾ പഴവും ശർക്കരയും നെയ്യും എല്ലാം ഒത്തിരി നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. കഴിക്കാനും അടിപൊളി എമ്മിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞുഞ്ഞിക്കുട്ടന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അമ്മ ഞുഞ്ഞിക്കുട്ടനെ ഉറക്കമാണ്. തോളത്തിട്ട് ഉറക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഉറങ്ങുന്നു. ഏകദേശം നമ്മുടെ പൊങ്കാലയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മുടെ നേരത്തെ കഴിഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ അടുക്കി പെറുക്കിയൊക്കെ വെച്ച് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ ഈ തൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അവരോട് എടുത്തോളാൻ പറഞ്ഞിട്ട് ഇതുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് ചുമന്നുകൊണ്ട് പോകണ്ടേ, അതുകൊണ്ടത് എടുത്തോളാൻ അമ്മ പറയുമായിരുന്നു അവരുടെ അടുത്ത്. നമ്മുടെ പൊങ്കാല കലത്തിൽ തിരുമേനി വന്ന് വെള്ളം തളിച്ച് ഇതാക്കി അതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളതെല്ലാം അതുപോലെ തന്നെ ചെയ്ത് തിരുമേനിയും ദേവീനെയും കൂട്ടിക്കൊണ്ട് തിരിഞ്ഞു വരും. എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വർഷത്തെ മുത്താരമ്മൻ കോവിലിലെ പൊങ്കാല മഹോത്സവം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കും പ്രാർത്ഥനയോടുകൂടി. നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും ദേവി നടത്തിത്തരും. നമ്മൾ പൊങ്കാലയിട്ട് നമ്മൾ ദേവിയോട് ചോദിക്കുന്ന എന്താഗ്രഹങ്ങളും ദേവി നമുക്ക് അതുപോലെ സാധിച്ചു തരുന്നൊരമ്മയാണ് അവിടെ ഇരിക്കുന്നത്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി മുത്താരമ്മൻ കോവിൽ. ഭയങ്കര ശക്തിയാണ് ദേവിക്ക്.
അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിക്കണേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും. ബൈ ഫ്രം ഗോപിക.